LSS എക്സാമിന് ഇംഗ്ലീഷിൽ നോട്ടീസ് തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാ ആക്ടിവിറ്റികളെ പോലെ തന്നെ ഇതിനും ഒരു ഹെഡിങ് നിർബന്ധമാണ്. അപ്പോൾ നോട്ടീസ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? പാലസ് ആണെങ്കിൽ പാലസ്, അല്ലെങ്കിൽ ഓഫീസാണെങ്കിൽ ഓഫീസ്, സ്കൂളാണെങ്കിൽ സ്കൂൾ, ഏത് ടീമാണ് ഈ നോട്ടീസ് പുറത്തിറക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ ഒരു ഹെഡിങ്, ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഒരു ഹെഡിങ് അവിടെ നോട്ടീസിലുണ്ടായിരിക്കണം. എല്ലാ നോട്ടീസിലും നിങ്ങൾ കണ്ടിട്ടില്ലേ, മുകളിൽ ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും. അതിന് താഴെ മറ്റൊരു ഹെഡിങ് കൂടി ഉണ്ടാവും, എന്താണ് പ്രോഗ്രാം എന്നുള്ളത്. അതായത് ഉദാഹരണത്തിന് ഓണം സെലിബ്രേഷൻ ആണെങ്കിൽ ഓണം സെലിബ്രേഷൻ, അല്ലെങ്കിൽ അവാർഡ് വിന്നിങ് സെറിമണി ആണെങ്കിൽ അവാർഡ് സെറിമണി, അല്ലെങ്കിൽ എന്താണോ സ്കൂൾ സ്പോർട്സ് ആണെങ്കിൽ സ്കൂൾ സ്പോർട്സ്, എന്താണോ ആ പ്രോഗ്രാമിൻ്റെ ഒരു ഹെഡിങ്. അപ്പോൾ രണ്ട് ഹെഡിങ് ഉണ്ടാവും. ഒന്ന് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഹെഡിങ്, മറ്റൊന്ന് നമ്മൾ പ്രോഗ്രാം എന്താണെന്നുള്ള ഹെഡിങ്. ഇനി അതിൽ വലതുവശത്തോ ഇടതുവശത്തോ ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യാം. ഡേറ്റും അതുപോലെ തന്നെ പ്ലേസും, ഈ നോട്ടീസ് എവിടെ നിന്നാണ് ഇറക്കുന്നത് എന്നുള്ള ഒരു ഡേറ്റും പ്ലേസും അതിൽ കാണാം. ഇനി മറ്റൊന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സല്യൂട്ടേഷൻ. നമ്മൾ ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത്? കുട്ടികൾക്കുള്ളതാണ് ഡിയർ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പേരൻസിനുള്ളതാണ് ഡിയർ പേരൻസ്. എങ്ങനെയായാലും ആ ഒരു സല്യൂട്ടേഷൻ, അഭിസംബോധന എന്ന് പറയും, ആ കാര്യം ഒരു ലൈനിൽ എഴുതുക. അതിനുശേഷം ഒരു കോമ ഇട്ടിട്ട് എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്നുള്ളത്. ഞങ്ങളുടെ സ്കൂളിൽ ഒരു വാർഷികമാണെങ്കിൽ ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു കണ്ടക്ട് സ്കൂൾ ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ എന്താണോ അതിൻ്റെ ആ ഒരു മെയിൻ സാധനം അതിൽ കണ്ടൻറ്റ് എഴുതുക. ആ കണ്ടൻറ്റ് എഴുതുമ്പോൾ അതിൽ ഡേറ്റ് വേണം, പ്ലേസ് വേണം, ടൈമും വേണം. ഡേറ്റ്, പ്ലേസ്, ടൈം. പിന്നെ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യണം. ഓൾ ആർ വെൽക്കം എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ടല്ലോ. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് അവസാനം ഒരു സിഗ്നേച്ചറും, ആരാണോ ആ നോട്ടീസ് ഇറക്കുക, ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ, അല്ലെങ്കിൽ മിനിസ്റ്റർ ആണെങ്കിൽ മിനിസ്റ്റർ, അല്ലെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റി ആണെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റി, ആരാണെന്നുള്ളത്. അപ്പോൾ ഹെഡിങ്, രണ്ട് ഹെഡിങ് ഉണ്ടാവും. ഒന്ന് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഹെഡിങ്, അതോടൊപ്പം തന്നെ പ്രോഗ്രാമിൻ്റെ ഹെഡിങ്, മറ്റൊന്ന് ഡേറ്റ്, ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ സല്യൂട്ടേഷൻ, അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ കണ്ടൻറ്റ്, എന്താണ് ആ കണ്ടൻറ്റ്. ആ കണ്ടൻറ്റിൽ നമുക്ക് ഡേറ്റ് വേണം, ടൈം വേണം, പ്ലേസ് വേണം, അവസാനം ഒരു വെൽക്കം നോട്ടും വേണം. അതുപോലെ തന്നെ ആരാണ് ആ നോട്ടീസ് അയക്കുന്നതെന്നുള്ള അയാളുടെ സിഗ്നേച്ചറും ഡെസിഗ്നേഷനും. ഇത്രയാണ് നോട്ടീസിൽ ശ്രദ്ധിക്കാറുള്ളത്.